ഈ കഴിഞ്ഞ പെരുന്നാളിലെ ലീവിന് നമ്മൾ ദുബൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. പെരുന്നാളിൽ ഇതൊരു 2 ദിവസം മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പുറപ്പെടാന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാക്കിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി 4:30 എത്തി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. വേഗം ഇറങ്ങാൻ പ്ലാൻ ചെയ്തിന്, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് വേണം കടികളും വാങ്ങാൻ. പോകുന്ന വഴിക്ക് എന്തായാലും ബാങ്ക് കൊടുക്കും. പോകുന്ന വയ്ക്ക് ചെറിയൊരു ഡ്രസ്സ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിന്. അങ്ങനെ ഇതാ ലുലുവിൽ കയറിയിട്ടുണ്ടായിന്. പിന്നെ ഇത് അറിയേക്ക് വേണ്ടുന്ന എന്തെല്ലോ വാങ്ങിയിട്ടുണ്ടായിന്. മെയിനായിട്ട് ഇതാ വെള്ളവും പിന്നെ കുറച്ച് സ്നാക്സ് എല്ലാം കരുതിയിട്ടുണ്ടായിന്. റിയൻ്റെ ഒരു ബാഗിൽ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടായത് ബിസ്ക്കറ്റും പായെല്ലാം എടുത്തിട്ടുണ്ടായിന്. റീത വിശക്കുന്ന് നട്ടിയതാ ലുലുവിൽ തന്നെ തിന്നാൻ തുടങ്ങിയിന്. റിയക്കിത് ദുബൈ പോകുന്ന തലേ ദിവസം തന്നെ ഇതാ നല്ലോണം തണുപ്പെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അനക്കൊക്കെ ഇതാ കുറേ ദിവസമായി തുടങ്ങിയിട്ട്. ഈ ഒരു വോയിസ് എടുക്കുമ്പോൾ വരെ ഇതാ എനിക്ക് ഇനിയും തണുപ്പ് മാറിയിട്ടില്ല. റിയാണെങ്കിൽ ഇതാ ലുലു കയറിയിട്ടൊക്കെ ഈ ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയേനു. അങ്ങനെ ഇതാ തണുപ്പില്ലാത്ത ഇതാ ഒരു സ്ട്രോബെറി ജ്യൂസ് വാങ്ങുക ചെയ്ത്. പിന്നെ ഇത് ഒരു മോരിൻ്റെ ഇതാ ഡ്രിങ്കും കൂടി എടുത്തിട്ടുണ്ടേന്. എനിക്കിത് നല്ലോണം ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിത് മതി എന്നിട്ട് ഞാൻ ഇതാ വാങ്ങിയത്. ഒന്നും മതി. ഇനി അവള് കുടിക്കുകയില്ല, ഒക്കെ വേണ്ട. ബില്ലാക്കട്ടെ. ഇവിടുന്ന് ഇതാ കുറച്ച് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിന്. ബോർഡറെല്ലാം കഴിഞ്ഞാൽ എന്തായാലും ഷോപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതാ സ്നാക്സും വെള്ളമെല്ലാം കരുതിയിട്ടുണ്ടായിന്. കഴിച്ചേ വീടെടുക്കുന്നേ കഴിക്കുന്നേ. നമ്മൾ രാത്രി കാണാനില്ലേ, അതാണ് അത്. പങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പം നമ്മളിത് അടുത്തുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നിന്ന് ഇനി നോമ്പെല്ലാം തുറന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. വേമ്പ ഒരു മാഗി പോളം. മാഗിൻ്റെ പോളം മാത്രം കിട്ടില്ല. ഇത് തിന്നോ? പിടിച്ചിട്ട് കൈകൊണ്ട് പിടിക്കും. അപ്പുറത്തെ കൈയുണ്ട്. റേതി കൊണ്ടുവച്ചിതാ കടിയൊന്നും കഴിച്ചിട്ടില്ലേനു. ഓളോട് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് ഓള് പറഞ്ഞു നോക്ക് നൂഡിൽസ് മതിയെന്ന്. അങ്ങനെ ഇത് അത് ഓർഡർ ആക്കിയത് അത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിന്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇതാ മുമ്പിൽ തന്നെ ഇതാ കുറേ മുട്ടായെല്ലാം വെച്ചിട്ടുണ്ടായിന്. നമ്മളിതാ പണ്ടത്തെ നൊസ്റ്റാൾജി അടിക്കുന്ന കുറച്ച് മുട്ടായെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇതറിയാതെ കയറുമ്പം തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒക്കെ വേറെ എന്തെങ്കിലും വേണമെന്ന് പറയാൻ തുടങ്ങി. പിന്നെ അതിരുന്നവൾ ഇത് കണ്ടിട്ടാ പറയുന്നത്. അങ്ങനെ ഇത് ഇവിടുന്ന് കുറച്ച് നാരങ്ങ മുട്ടായെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങി. ഇതിൻ്റെ ഇതാ ടെലി റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിച്ചത്. ഇതിൻ്റെ മേലെ തന്നെ നിസ്കരിക്കുന്ന സൗകര്യമെല്ലാം ഉണ്ട്. പക്കോട നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഇത് അത് കുറച്ച് പാർസൽ വാങ്ങിയിട്ടുണ്ടായിന്. ഇപ്പം ഇത് സമയത്ത് ഒരു 7:30 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ശരിക്കും ഇപ്പാന്ന് പുറപ്പെടുന്നത്. പിന്നെ ഇതറിയാൻ്റെ കാറിൽ വെക്കുന്നത് ബെഡിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് അതും ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് ബെഡിൻ്റെ സെറ്റിൻ്റെ കൂടെ തന്നെ ഇതാ പില്ലോ എല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് ഇതറിയേ ശരിക്കും നല്ലോണം ഉറങ്ങിയിട്ടെല്ലാം പോയിട്ടുണ്ടായിന്. ഇവിടുന്ന് വാങ്ങിയത് ഈ ഒരു സ്നാക്സും പിന്നെ ഇതാ ലുലുന്ന് വാങ്ങി കുറച്ച് സംഭവമല്ല ഞാൻ ഇത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിന്. പോകുമ്പോൾ എന്തായാലും ഫുഡ് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫ്രണ്ടിലാണ് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെയാ ഇഷ്ടായിനാ? ഇതെന്താ ഡ്രസ്സ് ഇട്ടിന് ഉറക്കം വരുന്നുണ്ട്? ഇത് ഡ്രസ്സൊക്കെ ഇട്ട് ഇതാരെയാന്ന് കണ്ട്
നിക്കണ്ട കണ്ടിന് എത്ര മണിക്കൂറുണ്ട്? 4. റിയക്ക് ഇതേ ഒരു ബെഡിന്റെ സെറ്റ് ചെയ്താൽ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. നമ്മളിത് എവിടെങ്കിലും പോകുമ്പോൾ ഇതാ ശരിക്കും നല്ല യൂസ്ഫുൾ ആയ സംഭവം തന്നെയാണ്. ഇത് കുട്ടിക്ക് മാത്രമല്ല നമ്മളെ വില്ലാക്കെല്ലാം കിടക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഞാനും ഹസ്ബൻഡ് ഇതാ മാറി മാറി കിടന്നിട്ടുണ്ടായിന്. റേത് ഇട്ടിട്ടുള്ള ഈ സ്വെറ്റർ ഇതിനെ നമുക്ക് പോയക്കാരെല്ലാം വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിന്. ഇത് ശരിക്കും ഇത് എൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാനിത് അങ്ങനെ ഇടുന്നത് അതുപോലെ തന്നെ ഇതോളം ഇട്ടിട്ടുണ്ടായത്. സൂപ്പർ കുറച്ചിത് അങ്ങോട്ടെല്ലാം എത്തിയപ്പോൾ ഇത് ഹസ്ബൻഡ് ഇത് ഉറക്ക് വരുന്നിട്ട് അങ്ങനെ ഇത് കുറച്ച് ഉറങ്ങിയിട്ടില്ലാന്ന് പിന്നെ പോയിട്ടുണ്ടായത്. റിയൻ്റെ പേര് ഇത് ഒരു ബാക്കിൽ പോയിട്ടാണ് കിടന്നത്. ശരിക്കും നല്ല സുഖമുണ്ട് ബെഡിൽ കിടക്കാൻ ഇതോറ് പറയുന്നുണ്ടായിരുന്നു. ഉറങ്ങിയടിച്ചാ നോക്കട്ടെ ഇറങ്ങുവാ. ഈ കുറേ സമയം ഉറങ്ങിയല്ലേ. പിന്നെ ഇത് നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മളിത് ശരിക്കും കുറേ സമയം പോയത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ക്യൂ കാര്യങ്ങളൊന്നും തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഈ ഒരു കോമ്പൗണ്ടുകളിൽ കയറിയാലും നമ്മൾ കേടിയാ പോടേന്ന് തീരെ തിരിയുന്നില്ലേനും. എല്ലാ സംഭവം ഇത് ഏകദേശം ഒരേപോലെ കാണാൻ. ഇവിടുന്ന് ഇതൊരു 3/4 മണിക്കൂറോളം തന്നെ പോയിനെന്ന് പറയാം. ഇവിടെ ശരിക്കും ഇതാ വിസയും പാസ്പോർട്ടെല്ലാം കാണിക്കണ്ടേ. പിന്നെ ഇത് കുറച്ച് ചെക്കിങ് എല്ലാം ഉണ്ടാവും കാറല്ലോ, അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ക്യൂ ഒന്നും തീരെ ഇല്ലേനു. നമുക്ക് ഇവിടുന്ന് 2-3 പ്രാവശ്യം ഇതാ കൗണ്ടറെല്ലാം തെറ്റിയിട്ടുണ്ടായിന്. ദുബായിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകുന്ന കൗണ്ടറിൽ നമ്മൾ 2 പ്രാവശ്യം കയറിയിന്. നമുക്ക് ശരിക്കും മസ്കറ്റിന് ദുബായിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഇത് കുറേ ടൈം ഇവിടുന്ന് പോയിട്ടുണ്ടായിന്. അങ്ങനെ ഇത് അവിടുന്ന് ഇത് എൻട്രി പാസ്സെല്ലാം കിട്ടിയിട്ട് നമ്മളിതാ ദുബൈയിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം ഒരു പാതിരാത്രി 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കുറച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം ഇത് അധികം പോയത് ആ ബോർഡറുള്ള സ്ഥലത്തേനു. ഇവിടെ നമ്മളിത് സ്റ്റേ ചെയ്തത് എൻ്റെ ഇക്കാക്ക് ഇവിടെ വരും. അങ്ങനെ ഇത് ഇക്കാക്കിൻ്റെ അപ്പുറം നമ്മൾ നിന്നിട്ടുണ്ടായത്. റിയനെ ഇതാ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാക്കൻ്റെ മോന് ഇതാ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇതാൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ബാബിയാണ് റിയക്ക് ഇതാ ഫ്ലവറെല്ലാം കൊടുത്തിട്ട് ഇതാ വെൽക്കം ചെയ്തത്. ദുബായിൽ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളെല്ലാം ഇത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.